ഇന്ന് ഈ വണ്ടിയായിട്ടാണ് നമ്മൾ പോകാൻ പോണത്. സി ഗിയറും റിവേഴ്സും ഉൾപ്പെടെ 10 ഗിയറാണ് ഈ വണ്ടിക്കുള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ലാതെ ചുമ്മാ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സുൽഫി വിളിച്ചിട്ട് ടോറസിന് ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, സ്കൂട്ടർ എടുത്ത് നേരെ വല്ലത്തേക്ക് പോയി. അവിടെയാണ് വണ്ടി കിടക്കുന്നത്. പോണ വഴിക്ക് നമ്മുടെ സാഹിലിനെയും പൊക്കി. പാലക്കട്ടായം പമ്പിൽ കയറി വണ്ടിക്ക് കുറച്ച് ദാഹജലം കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. ഇതാണ് നമ്മുടെ വണ്ടി, ടാറ്റയുടെ 10 വീല് ടോറസ് ആണ്. അങ്ങനെ ഒട്ടും സമയം കളയാതെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരു 407 പിടിവിട്ട് മുമ്പിലേക്ക് വന്നത്. അവിടെ അങ്ങ് ഒതുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുള്ളി റിവേഴ്സ് എടുത്ത് തന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടി തൂക്കാനായിട്ട് വേ ബ്രിഡ്ജിൽ വന്നു. പിന്നെ നമ്മുടെ വണ്ടിയിലെ ലോഡ് പോള ഓടിച്ചതാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് ഞാനും സായിലും ഡീസൽ അടിക്കാനായിട്ട് പമ്പിൽ വന്നു. 10,000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് വണ്ടി എടുത്ത് നേരെ വിട്ടു. നമ്മൾ പട്ടിമറ്റത്തുള്ള ഒരു കമ്പനിയിലേക്കാണ് പോണത്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെയ്തു വെച്ച് കിട്ടോ. പിന്നെ ഈ വണ്ടിക്ക് സി ഗിയറും റിവേഴ്സും ഉൾപ്പെടെ 10 ഗിയറാണ് കേട്ടോ വന്നത്. പെരുമ്പാവൂർ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ബ്ലോക്കും നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷേ പട്ടിമറ്റമൊക്കെ എത്താറായപ്പോഴേക്കും നല്ല രീതിക്കുള്ള മഴ കിട്ടി. അങ്ങനെ വെയിലും മഴയും ബ്ലോക്കും വളവും തിരിവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തെത്തി. ഒരുപാട് വണ്ടികൾ ലോഡ് കയറ്റാനും ഇറക്കാനും ഒക്കെ ആയിട്ട് അവിടെ കിടക്കണ്ടായിട്ടാ. ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസ്. ഇവിടുത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും കഴിഞ്ഞാലാണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. ഇവിടെ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് ചായ കുടിക്കാനായിട്ട് പോയി. ഇതാണ് നമ്മുടെ അലീക്ക. ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. പുള്ളി ഇതുപോലെ ഇവിടെ ലോഡായിട്ട് വന്ന് ഇറക്കി പോണതാണ്. അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ ഞങ്ങൾ ഇറക്കി പുള്ളി പോയി. പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലോഡ് ഇറക്കാറായി എന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്ന് വിളിച്ചു. അപ്പൊ തന്നെ ഞങ്ങൾ കമ്പനി ചെന്ന് വണ്ടി തൂക്കി എൻട്രൻസിലേക്ക് പോയി. ഇവിടുന്ന് അകത്തേക്ക് ഒരാളെ മാത്രമാണ് കയറ്റി വിടുള്ളൂ. മാത്രമല്ല ഫോണും പുറത്തു വെക്കണം. അങ്ങനെ സാഹിലിനെയും പുറത്താക്കി അവന്റെ കയ്യിൽ ഫോണും കൊടുത്ത് ഞാൻ ലോഡ് ഇറക്കാനായിട്ട് അകത്തേക്ക് പോയി. സംഭവം വേറൊന്നുമില്ല, ഈ കാണുന്ന പടതയും കയറും അയച്ച് മടക്കി വെച്ച് ടിപ്പ് വെക്കുക, ലോഡ് തട്ടുക. പക്ഷെങ്കിൽ ലോഡ് ഇറക്കാനുള്ള സ്പോട്ടിൽ വണ്ടി കറക്റ്റ് കയറി നിൽക്കാനുള്ള ഗ്യാപ്പ് മാത്രം ഉള്ളതുകൊണ്ടും മെറ്റീരിയൽ പുറത്തേക്ക് ചാടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അലീക്ക് ഒരു മുൻകരുതൽ തന്നെയായിരുന്നു. അങ്ങനെ ലോഡൊക്കെ ഇറക്കി പുറത്തേക്ക് ഇറക്കി ഞങ്ങൾ തിരിച്ച് വണ്ടി ആദ്യം എടുത്ത കമ്പനി തന്നെ കൊണ്ടുവന്നിട്ടു. അതിനുശേഷം ഞാനും സായിലും സ്കൂട്ടർ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.